അടിപൊളിയായിട്ട് നമ്മൾ ഇൻറ്റിജേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ പഠിച്ചു. അപ്പോൾ നിങ്ങൾ അതിനകത്ത് നിന്ന് നിങ്ങൾക്ക് എപ്പോഴും തെറ്റിപ്പോകുന്ന കാര്യമാണ് അല്ലേ, പ്ലസും മൈനസും വരുമ്പം അല്ലെങ്കിൽ മൈനസും പ്ലസും വരുമ്പം എങ്ങനെയാണ് ആഡ് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക, ഡിവൈഡ് ചെയ്യുക എന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും എപ്പോഴും ഭയങ്കര കൺഫ്യൂഷനാണ്. നിങ്ങൾ എപ്പോഴും ചെറിയ ചെറിയ തെറ്റുകൾ അതിൽ വരുത്താറുമുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു കുഞ്ഞു വീഡിയോയിലൂടെ അതങ്ങോട്ട് പരിഹരിക്കാം. ഓക്കെ, അപ്പോൾ റെഡി അല്ലേ നിങ്ങൾ എല്ലാവരും? സോ നമുക്ക് നോക്കാം. നമ്മൾ ആദ്യം പഠിക്കാൻ വേണ്ടി പോകുന്നത് എങ്ങനെയാണ് ഇൻറ്റിജേഴ്സ് ആഡ് ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ്. സോ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള റൂൾസ് ആണ്. അതായത് രണ്ട് പ്ലസ് നമ്പേഴ്സ് ആണ്. ഓക്കെ, രണ്ട് പോസിറ്റീവ് ആയിട്ടുള്ള നമ്പേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ നമുക്ക് എടുക്കാം നമ്മുടെ 2 + 4 അല്ലേ, നമുക്കറിയാം എന്താ ആൻസർ വരിക, 6 ആണ്. രണ്ടുപേരും പോസിറ്റീവ് ആയിട്ടുള്ള ഇൻറ്റിജേഴ്സ് ആണ്. സോ നമ്മൾ ചെയ്തിട്ടുള്ളത് എന്താണ്, യെസ് ആഡ് ചെയ്യാണ് അല്ലേ, ആഡ് ചെയ്തു, പോസിറ്റീവ് സൈൻ ഇട്ടു. ഓക്കെ, ഇനി നോക്കാം. നമ്മൾ എടുക്കുന്നത് രണ്ട് നെഗറ്റീവ് ആയിട്ടുള്ള ഇൻറ്റിജേഴ്സ് ആണ്, -2 ആൻഡ് -4. ഇവർ തമ്മിൽ എന്താ നമ്മൾ ചെയ്യുക, യെസ് രണ്ട് നെഗറ്റീവ് സൈൻസ് വന്നാലും നമ്മൾ ചെയ്യുന്നത് അഡീഷൻ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആഡ് ചെയ്യുന്നു, ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 6 ആണ്. ഇനി രണ്ടുപേരും നെഗറ്റീവ് അല്ലേ, സോ നമുക്ക് കിട്ടുന്ന ആൻസർ -6 ആണ്. സോ നമ്മൾ ആഡ് ചെയ്യുന്നു, അതുപോലെ തന്നെ നെഗറ്റീവ് സൈൻ ഇടുന്നു. ഓക്കെ, ഇനി നമ്മൾ എടുക്കുന്നു ഒരു പോസിറ്റീവ് ഇൻറ്റിജറും ഒരു നെഗറ്റീവ് ഇൻറ്റിജറും ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എടുക്കുന്നു 2 ആൻഡ് +-4 ആണ് കേട്ടോ. അപ്പോൾ പോസിറ്റീവ് ആയിട്ടുള്ള 2ഉം അതുപോലെ തന്നെ നെഗറ്റീവ് ഇൻറ്റിജർ ആയിട്ടുള്ള -4ഉം ആണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്തായിരിക്കും, യെസ് ഇവിടെ രണ്ട് ഡിഫറെൻറ്റ് സൈനുകളാണ് അല്ലേ. ഇതാ നമ്മുടെ 2ന്റെ സൈൻ എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്, അതുപോലെ 4ന്റെ സൈൻ എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്. അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള സൈൻ വരുമ്പോൾ നമ്മൾ ചെയ്യുന്നത് ഡിഫറൻസ് എടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിഫറൻസ് എടുക്കുന്നു, 4ൽ നിന്ന് 2 മൈനസ് ചെയ്യാണ് അല്ലേ. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്, യെസ് 2 ആണ്. ഓക്കെ, ഇനി വലിയ നമ്പർ ആരാണ്, 2 ആണോ 4 ആണോ, യെസ് 4 ആണ് അല്ലേ. അപ്പോൾ 4ന്റെ സൈൻ എന്താണ്, നെഗറ്റീവ്, സോ ആ സൈൻ ഇടുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യുന്നത് എന്താണ്, യെസ് സബ്ട്രാക്ഷൻ ആണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ സബ്ട്രാക്ഷൻ ആണ്. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുക, യെസ് ബിഗ്ഗസ്റ്റിന്റെ സൈൻ ഇടുന്നു. ഓക്കെ, ബിഗ്ഗസ്റ്റിന്റെ സൈൻ. ഓക്കെ, ക്ലിയർ ആണോ? അപ്പം നമ്മൾ 2ഉം അതുപോലെ തന്നെ -4ഉം വന്നു, രണ്ടുപേരുടെയും സൈൻ ഡിഫറെൻ്റ് ആണ്. അപ്പം നമ്മൾ ചെയ്യുന്നത് സബ്ട്രാക്ഷൻ ആണ്, ബിഗ്ഗസ്റ്റ് നമ്പറിന്റെ സൈൻ ഇടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇതാ ഇതേപോലെയാണെന്ന് വന്നതെന്ന് വിചാരിച്ചോ, 4 + -2 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള 4ഉം നെഗറ്റീവ് ആയിട്ടുള്ള 2ഉം ആണ് അല്ലേ. അപ്പോൾ ഇവിടെയും നമ്മൾ ചെയ്യുന്നത് സെയിം പരിപാടി തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, സബ്ട്രാക്ഷൻ തന്നെ ചെയ്യും അല്ലേ. രണ്ടുപേരും ഡിഫറൻറ്റ് സൈൻ ആയതുകൊണ്ട് നമ്മൾ സബ്ട്രാക്ട് ചെയ്യുന്നു. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 2 ആണ്. ഇനി ഇവിടെ വലിയ നമ്പർ അല്ലേ, വലിയ നമ്പർ എന്ന് പറയുന്നത് 4 ആണ്. സോ 4ന് മുന്നിലുള്ള സൈൻ എന്താണ്, യെസ് പോസിറ്റീവ് ആണ്. സോ ആൻസർ എന്ന് പറയുന്നത് 2 ആണ്. സോ ഇവിടെ നമ്മൾ സബ്ട്രാക്ഷൻ ആണ് ചെയ്യുന്നത്, ബിഗ്ഗസ്റ്റ് നമ്പറിന്റെ സൈൻ ആണ് ഇടുന്നത്. സോ നമുക്ക് ഒന്നുകൂടെ നോക്കാം അല്ലെ. അപ്പോൾ രണ്ട് പോസിറ്റീവ് നമ്പേഴ്സ് ആണെങ്കിൽ നമ്മൾ ആഡ് ചെയ്യും, പോസിറ്റീവ് സൈൻ ഇടും. ഓക്കെ, രണ്ട് നെഗറ്റീവ് ഇൻറ്റിജേഴ്സ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ആഡ് ചെയ്യും, നെഗറ്റീവ് സൈൻ ഇടും. ഇനി ഒരു പോസിറ്റീവ് ഒരു നെഗറ്റീവ് ആണെങ്കിൽ സബ്ട്രാക്ഷൻ ആണ് ചെയ്യുന്നത്. ആൻഡ് സൈൻ എന്താണ്, ബിഗ്ഗസ്റ്റ് ഇൻറ്റിജറിന്റെ സൈൻ ആണ് നമ്മൾ അവിടെ ഇടുക. ഓക്കെ, നെഗറ്റീവും പോസിറ്റീവ് ആണെങ്കിലോ സെയിം പരിപാടി. അപ്പോൾ നമുക്കൊന്ന് ഈസി ആയിട്ട് പറഞ്ഞു നോക്കിയാലോ. യെസ്, രണ്ടുപേരും പോസിറ്റീവ് ആണെങ്കിൽ ആഡ് ചെയ്യുക, പോസിറ്റീവ് സൈൻ ഇടുക. രണ്ടുപേരും നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യുക, നെഗറ്റീവ് സൈൻ ഇടുക. ഡിഫറെന്റ് സൈൻ ആണെന്നുണ്ടെങ്കിൽ ഡിഫറൻസ് എടുക്കുക, ബിഗ്ഗസ്റ്റ് നമ്പറിന്റെ സൈൻ ഇടുക. സിമ്പിൾ അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മുടെ സബ്ട്രാക്ഷന്റെ കാര്യമാണ് ഇനി നമുക്ക് നോക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ അഡീഷൻ പറഞ്ഞു, ഇനി സബ്ട്രാക്ഷൻ ആണ്. അപ്പോൾ സബ്ട്രാക്ഷന്റെ കേസിൽ വളരെ സിമ്പിൾ ആണ്. ഇപ്പോൾ ദാ -2 ആൻഡ് -4 ആണ് അല്ലേ. അപ്പോൾ രണ്ടുപേരും നെഗറ്റീവാ അല്ലേ, രണ്ടുപേരും നെഗറ്റീവ് ആണ്. സോ നമ്മൾ ആഡ് ചെയ്യാണ് ചെയ്യുന്നത്, നെഗറ്റീവ് സൈൻ ഇടുന്നു. ഓക്കെ, അപ്പോൾ -2 -4 വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് എന്താ, ആഡ് ചെയ്യുന്നു, നെഗറ്റീവ് സൈൻ ഇടുന്നു. ഓക്കെ, ഇനി ഇതാ നോക്കിക്കേ, നമ്മുടെ കയ്യിൽ ഇങ്ങനെയാണെന്ന് വിചാരിച്ചോ, 4 - 2 ഇത് നമ്മൾ സാധാരണ ചെയ്യുന്നത് അല്ലേ. പോസിറ്റീവ് ആയിട്ടുള്ള 4ഉം നെഗറ്റീവ് ആയിട്ടുള്ള 2ഉം അല്ലേ. നമ്മൾ എന്താ ചെയ്യുക, ഡിഫറൻസ് എടുക്കുക അല്ലേ. 2 ആണ്, പോസിറ്റീവ് ആരാണ്, 4 ആണ്. സോ അതിൻ്റെ സൈൻ തന്നെ ഇടുക. ഓക്കെ, ഇനി ഇങ്ങനെയാണെന്ന് വിചാരിച്ചോ, നമ്മുടെ കയ്യിൽ -4, നമ്മൾ അതിനകത്ത് നിന്ന് സബ്ട്രാക്ട് ചെയ്യുന്നത് -2 ആണ്. ഓക്കെ, അപ്പോൾ -4ൽ നിന്ന് നമ്മൾ സബ്ട്രാക്ട് ചെയ്യുന്നത് എന്താണ്, -2 ആണ് അല്ലേ. അപ്പോൾ -4 -2 ആണ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എന്താ ചെയ്യുക, യെസ് രണ്ട് നെഗറ്റീവ്സ് അടുപ്പിച്ച് വരുമ്പോൾ നമ്മൾ അവിടെ ഒരു ചെറിയൊരു ട്വിസ്റ്റ് സംഭവിക്കും. എന്താണെന്ന് അറിയോ, അത് പോസിറ്റീവ് ആവും. ഓക്കെ, അപ്പോൾ -4 + 2 ആണ് അല്ലേ. അപ്പോൾ അതാ രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള സൈൻ ആണ്. അപ്പോൾ നമ്മൾ ഡിഫറൻസ് എടുത്തു, 2 ആണ്, വലിയ ആളുടെ സൈൻ ഇടുക. അപ്പോൾ -2 ആയിരിക്കും ആൻസർ വരിക. ഇനി ഇതാ ഇങ്ങനെയാണെന്ന് വിചാരിച്ചോ, 4 -2 ആണെന്ന് വിചാരിച്ചു. പോസിറ്റീവ് ആയിട്ടുള്ള 4ൽ നിന്ന് നമ്മൾ നെഗറ്റീവ് ആയിട്ടുള്ള 2 സബ്ട്രാക്ട് ചെയ്യാണ്.
ഓക്കെ, അപ്പോൾ 4 മൈനസ് -2 ആണെന്നുണ്ടെങ്കിലും എന്താ സംഭവിക്കുക? യെസ്, 4 + 2 ആവും അല്ലേ? ഇതാ നോക്കി, ഈ രണ്ട് നെഗറ്റീവ്സ് അടുപ്പിച്ച് വന്നു അല്ലേ? അപ്പോൾ അവിടെ എന്താ ട്വിസ്റ്റ്? യെസ്, അത് പോസിറ്റീവ് ആവും. ഓക്കെ, അപ്പോൾ 4 + 2 = 6 ആണ്. അപ്പോൾ സബ്ട്രാക്ഷൻ്റെ കേസും കഴിഞ്ഞു. അഡീഷനും സബ്ട്രാക്ഷനും സെയിം റൂളാണ്. പിന്നെ നമ്മൾ ഏകദേശം പഠിച്ചു വെക്കേണ്ട കാര്യം എന്താണെന്ന് ഈ ഒരു കേസ്. ഓക്കെ, രണ്ട് നെഗറ്റീവ്സ് അടുപ്പിച്ച് വരുമ്പോൾ അവിടെ എന്താവും? പോസിറ്റീവ് ആവും എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്ത് വെക്കുക. അപ്പോൾ അഡീഷനും സബ്ട്രാക്ഷനും ക്ലിയർ ആയി. ഇനിയുള്ളത് നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ ആണ്. സോ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും വളരെ സിമ്പിൾ ആണ്. ഓക്കെ, അവർക്ക് രണ്ടുപേർക്കും സെയിം റൂൾസ് ആണുള്ളത്. സോ നമുക്കൊന്ന് നോക്കാം. ജസ്റ്റ് നമുക്ക് നോക്കാം ഒരു എക്സാമ്പിളിലൂടെ. സോ 10 × 2 നമുക്കറിയാം എത്രയാ? 20 ആണ് അല്ലേ? അപ്പോൾ രണ്ടുപേരും പോസിറ്റീവ് ആണ്. ആൻസർ എന്തായിരിക്കും? യെസ്, നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു, പോസിറ്റീവ് ആയിട്ടുള്ള ആൻസർ ആണ് നമുക്ക് കിട്ടുക. ഇനി -10 × -2 ആണ്. അപ്പോൾ എന്ത് സംഭവിക്കും? മൾട്ടിപ്ലൈ ചെയ്തു അല്ലേ? 10 × 2 എന്താ? 20 ആണ്. ആൻസർ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. സോ സെയിം സൈൻ വന്നിട്ടുണ്ടെങ്കിൽ ആൻസർ എന്തായിരിക്കും? പോസിറ്റീവ് തന്നെയായിരിക്കും. മൾട്ടിപ്ലൈ ചെയ്യുക, പോസിറ്റീവ് സൈൻ ഇടുക. ഇനി ഡിഫറൻറ്റ് സൈൻ ആണ്. ഓക്കെ, -10 × 2 ആണ് അല്ലേ? ഒരാൾ നെഗറ്റീവും ഒരാൾ പോസിറ്റീവും ആണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ -20 ആണ്. അതായത് ഒരു നെഗറ്റീവ് ആൻസർ ആണ് നമുക്ക് അവിടെ കിട്ടുക. ഓക്കെ, അടുത്ത നോക്കാം. ഡിഫറെൻ്റ് ആയിട്ടുള്ള സൈൻ 2 × -10 ആണെന്ന് വിചാരിച്ചോ. ഓക്കെ, അപ്പോൾ ഒരാൾ പോസിറ്റീവ് ഒരാൾ നെഗറ്റീവ്. അപ്പോഴും ആൻസർ എന്താണ്? -20 ആണ്. നെഗറ്റീവ് ആൻസർ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? സെയിം സൈൻ ആണ് എന്നുണ്ടെങ്കിൽ അല്ലെ, സെയിം സൈൻ ആണ് എന്നുണ്ടെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യുക, പോസിറ്റീവ് ആയിട്ടുള്ള ആൻസർ ആയിരിക്കും നമുക്ക് അവിടെ കിട്ടുക. ഓക്കെ, അപ്പോൾ രണ്ട് പോസിറ്റീവ് ആയിട്ടുള്ള നമ്പേഴ്സ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആൻസർ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. രണ്ട് നെഗറ്റീവ് ആയിട്ടുള്ള നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആൻസർ എന്തായിരിക്കും? യെസ്, പോസിറ്റീവ് ആയിരിക്കും. ഇനി ഡിഫറെൻ്റ് ആയിട്ടുള്ള സൈൻ ആണ് എന്നുണ്ടെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആൻസർ നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ഈസി അല്ലേ പഠിക്കാനായിട്ട്? ഓക്കെ, സെയിം സൈൻ ആണെങ്കിൽ എന്തായിരിക്കും? പോസിറ്റീവ് ആണ്. ഡിഫറൻറ്റ് സൈൻ ആണെങ്കിൽ ആൻസർ എന്തായിരിക്കും? നെഗറ്റീവ് ആണ്. അത് തന്നെയാണ് നമ്മുടെ ഡിവിഷൻ്റെ കേസിലും. ഓക്കെ, സെയിം റൂൾ തന്നെയാണ് നമ്മൾ ഡിവിഷനും യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം അല്ലേ? നമുക്ക് നമ്പേഴ്സിനെയൊക്കെ ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. സോ നമ്മൾ ഫസ്റ്റ് ഡിവൈഡ് ചെയ്യുന്നത് 10 / 5 ആണെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? ആൻസർ എന്തായിരിക്കും? 2 ആണ്. രണ്ട് പോസിറ്റീവ് ആയിട്ടുള്ള നമ്പേഴ്സ് ഡിവൈഡ് ചെയ്തു, ആൻസർ എന്താണ്? പോസിറ്റീവ് ആണ് അല്ലേ? ഇനി ഇതാ രണ്ട് നെഗറ്റീവ് ആയിട്ടുള്ള നമ്പേഴ്സ് ആണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. അപ്പം ആൻസർ എന്തായിരിക്കും? യെസ്, സെയിം സൈൻ ആണെങ്കിൽ പോസിറ്റീവ് അല്ലേ? അപ്പോൾ ആൻസർ എന്താ കിട്ടുക? 2 തന്നെ. യെസ്, പോസിറ്റീവ് തന്നെയായിട്ടുള്ള ആൻസർ ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇനി ഒരു നെഗറ്റീവും ഒരു പോസിറ്റീവും ആണെന്ന് വിചാരിച്ചോ. അപ്പോൾ എന്താ? ഡിഫറൻറ്റ് സൈൻ ആണെങ്കിൽ എന്തായിരിക്കും? നെഗറ്റീവ് ആൻസർ ആയിരിക്കും കിട്ടുക. സോ 10 / 5 എന്ന് പറയുമ്പോൾ 2 ആണ്. സോ -2 ആണ്. സോ ആൻസർ എന്തുണ്ടാവും? നെഗറ്റീവ് ഉണ്ടാവും. ഓക്കെ, ഇനി ഇതാ 10 / -5 ആണെന്ന് വിചാരിച്ചു. ഒരാൾ പോസിറ്റീവ് ഒരാൾ നെഗറ്റീവ്. ഡിഫറൻറ്റ് സൈൻ ആണ്. അപ്പോൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നെഗറ്റീവ് ഉണ്ടാവും. ആൻസറിൽ എന്തുണ്ടാവും? നെഗറ്റീവ് ഉണ്ടാവും അല്ലേ? അപ്പോൾ എന്തായിരിക്കും? -2 ആയിരിക്കും കിട്ടുക. സോ ആൻസർ എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ക്ലിയർ ആണോ? അപ്പോൾ സിമ്പിൾ ആണ് അല്ലേ? മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും സെയിം സൈൻ ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും അല്ലെ? രണ്ടുപേരും പോസിറ്റീവ് ആണെങ്കിൽ ആൻസർ പോസിറ്റീവ്, രണ്ടുപേരും നെഗറ്റീവ് ആണെങ്കിലും ആൻസർ പോസിറ്റീവ് ആണ്. ഡിഫറെൻ്റ് ആണെന്നുണ്ടെങ്കിൽ ആൻസർ നെഗറ്റീവ് ആയിരിക്കും. അപ്പം ഈ ഒരു കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇൻഡിജേഴ്സിലെ ഈ കുഞ്ഞു പ്രോബ്ലംസ് ഒന്നും ഇനി ആരും തെറ്റിക്കരുത്. നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക.